എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഫീൽഡിൽ പോവാണ്. കൂടെ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചു. അപ്പം നിങ്ങളും കൂടെ എൻ്റെ കൂടെ പോര് കേട്ടോ. നമ്മുടെ ഈ ഭാഗങ്ങളും ഈ വീടുകളും ഇവിടുത്തെ 1-2 ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം എൻ്റെ കൂടെ നിങ്ങളും കൂടെ പോരേ. എല്ലാം ഒന്ന് കണ്ടും കേട്ടിട്ടൊക്കെ തിരിച്ചു വരാം. ശൈല ചേച്ചി, ചേച്ചി കൊച്ചെത്രയിലാ പഠിക്കുന്നേ? 9-ലോ? എവിടെയാ? ആ, വെള്ളയംകുടി. ഞാനൊരു ചെടി ആ ചേച്ചിയുടെ ഒരു കമ്പി ചോദിച്ചേ. ആ ഹൈഡ്രാഞ്ചിയുടെ ഒരു കമ്പി ചോദിച്ചേ. അതിന് ആ ചേച്ചി മോനോട് വാക്കത്തി എടുത്തോണ്ട് വരാനായിട്ട് പറയുക. ഏത് ചെടി ചോദിച്ചാലും വെട്ടിത്തരും കേട്ടോ. ഇഷ്ടംപോലെ ചെടിയുണ്ട് ഇവിടെ. ഈ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടുമുറ്റത്തും ചെടിയില്ലാത്ത സ്ഥലമില്ല. ഏതൊരു വീട്ടുമുറ്റത്തും ചെടിയുണ്ട്. 1-2 ചെടിയെങ്കിലും വീട്ടുമുറ്റത്ത് കാണാതിരിക്കുകയില്ല. അടുത്തൊരു വീടിൻ്റെ മുറ്റം അത്. ഇതിന്റെയാ? അതെനിക്കറിയാം. അവിടെയാണോ ചിത്ര? അവിടെയാണോ ചിത്ര? അവരെങ്ങാണ്ട് വീട് വെക്കച്ചു എന്ന് പറഞ്ഞു. അജിത്രയുടെ വീട് അതെനിക്കറിയാം. അവിടെ സുഖനല്ലേ ഉള്ളത്? സുജിത്ത്. ആ, ഇഞ്ചിക്കൊക്കെ പൂവന്നിപ്പുണ്ടല്ലോ. എല്ലാം ഒന്ന് ചേർത്തേക്കും അല്ലേ? മറ്റേ ഇതുണ്ടോ? ഇത് ഇല എടുക്കുവോ? മറ്റേ കോവിസിന്റെ അതിന്റെ തൈ ഉണ്ടോ ഷൈനി? അതെങ്ങനെ കിട്ടും ഇലയുടെ? അതല്ല ഈ ഇലയുടെ എവിടെ നിന്ന് കിട്ടി? കയറ്റം കയറി മടുത്തു കേട്ടോ. അതാണ് പതുക്കെയൊക്കെ സംസാരിക്കുന്നത്. ഓരോ കയറ്റം കയറി മടുത്തു. രാവിലെ ഇറങ്ങിയതാ. അപ്പം ആ കയറ്റം അറിയാലോ. ഇപ്പം സമയം 3 മണിയായി. ഒന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ ആയിട്ടുള്ള എനർജി കുറവും എല്ലാം കാണും. അപ്പം അതുകൊണ്ടാണ് പതുക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേക്ക് കയറേണ്ട ഒരു വഴിയായി കാണുന്നേ. കണ്ടോ, ഉള്ളിലേക്ക് ചെല്ലണം. ഇപ്പം പോകുന്ന ഈ പരിസരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർ പോലും ഇല്ല കേട്ടോ. അപ്പുറം ഇപ്പുറം കാട്, ഏലക്കാടും കാപ്പിക്കാടും അങ്ങനെ ചെറിയ ചെറിയ കാടൊക്കെയാണ്. പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. നമ്മളടുത്തൊരു വീട്ടിലെത്തി. ഈ വീടെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ സങ്കടം വരും കേട്ടോ. അതുപോലൊരു വീടാണ് ആ വീടും പരിസരവും. കാര്യം ആ വീട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒരു അവസ്ഥയാണ്. അതിൻ്റെ ചുറ്റിനുമുള്ള പാറയെന്ന് വെച്ചാൽ നമുക്ക്
പേടി വരുന്ന രീതിയിലുള്ള, മഴക്കാലത്തൊക്കെ ഇവരെങ്ങനെ ഇവിടെ താമസിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുപോലെ ഒരു അവസ്ഥയാണ് ഇവിടെ കയറി വരുമ്പോൾ. ഇവിടുത്തെ കയറ്റവും, ഇവിടെ ഒരു പ്രായമുള്ളൊരു അമ്മച്ചിയുണ്ട്, വയ്യാത്തൊരു കൊച്ചുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വയ്യാത്ത കൊച്ചുണ്ടെന്ന് പറഞ്ഞാൽ അമ്മച്ചിയുണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വയ്യായ്ക തോന്നിയാൽ പോലും ആൾക്കാർക്ക് ഓടിച്ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലമാണ്. മാത്രമല്ല ഒരു കൊച്ചാണേലും ഒരു വയ്യാത്തമുണ്ട്, അതിനെ ഒന്ന് എടുത്ത് താഴെ കൊണ്ടുപോകണമെന്ന് വെച്ചാലും നടക്കുന്ന ഒരു കേസ്, ഒരാളെ കൊണ്ട് നടക്കത്തില്ല. അതുപോലൊരു വഴിയാണ് കേട്ടോ ഇവിടുത്തെ വഴി. നമുക്ക് ശരിക്കും ഒരു പെര കൂട്ടല്ലേ. മഴ വന്നാൽ ഇതിൻ്റെ അടി ഇരുന്നാൽ മതിയല്ലോ, ഗുഹ പോലെ. എവിടെ? ആ, അത് പാലയാണോ? കൊച്ചിനെ പിടിക്കട്ടെ. പാമ്പൊന്നും കാണല്ലേ. എന്തായാലും കടന്നൊക്കെ പോയല്ലേ. ഇനി അതങ്ങനെ നിർത്തിയിട്ടൊരു ഫോട്ടോ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. കയറ്റവും ഇറക്കവും അയ്യോ നമുക്ക് പറ്റുകയില്ല. ഇതാണ് ആ വീട്. എൻ്റെ കൂടെ വന്ന് അംഗനവാടി ടീച്ചറാണത്. അവിടെ ഒരു വയ്യാത്തൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിനെയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി വന്നതാണ്. ഉണ്ടോ, ഇതാ വീട്. ഇതൊക്കെ ഇവിടെയൊക്കെ വന്ന് കാണേണ്ടതും എടുക്കേണ്ടതൊക്കെ തന്നെയാണ് കേട്ടോ ഈ വീട്ടുകാരുടെ ഒരു അവസ്ഥയും കാര്യങ്ങളും. ഈ വീടെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടൊരു വീടാണ്. ഏറ്റവും മണ്ടയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും മണ്ടയിലാണ് ആ വീട്. ഞങ്ങളെല്ലാം കഴിഞ്ഞ് പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. എന്തൊരു കയറ്റവും ഇറക്കുവാന്നറിയാവോ. അത് നമുക്ക് പറ്റാവുന്ന ഒരു അവസ്ഥയല്ല. മഴക്കാലമൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട. നമുക്ക് ഇതിൽ കണ്ട ആ കാണുന്ന വഴിയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത്. ഇല്ല, മൊത്തം കയറ്റുക. മഴക്കാലത്ത് നമുക്കിവിടെ അങ്ങോട്ട് കയറുകയേ വേണ്ട. ആ സമയത്ത് ഈ പിള്ളേരൊക്കെ ആയാലും കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്, അവരൊക്കെ എങ്ങനെ സ്കൂളിൽ പോവും, എങ്ങനെ അമ്മയ്ക്കൊന്ന് മരുന്ന് മേടിക്കാനൊക്കെ ഇറങ്ങിപ്പോവും. ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും കേട്ടോ. കണ്ടോ, ഞങ്ങളാണെങ്കിൽ പിടിച്ചും ഇതൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ആ വീട്ടിൽ വന്ന്, അത് അംഗനവാടി ടീച്ചറാണ് ഇറങ്ങി പോകുന്നത്. എൻ്റെ കൂടെ വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. കാപ്പിയും കുരുമുളകും ഒക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ചുറ്റിനും പാറക്കെട്ടുകളാണ്. കെട്ടുകളെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത പാറക്കല്ലുകൾ. കണ്ടോ വഴി നോക്കി. ഈ വഴി അങ്ങ് റോഡിലെത്തണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും.
ഭയങ്കര പാടാണ് നമുക്ക് ഇറങ്ങാനും കയറി വരാനും എല്ലാത്തിനും. കുറച്ച് താഴെ ചെല്ലുമ്പോൾ വലത്ത് സൈഡിൽ, ഇടത്ത് സൈഡിൽ വീടില്ല, വലത്ത് സൈഡിൽ വീടുണ്ട്. ആ വീടായാലും നമുക്ക് ഷെഡ് കെട്ടിയിട്ട് കറുപ്പ് പടുത വെച്ച് കെട്ടിക്കിടക്കുന്ന വീടാണ്. ഏലക്കാട്ടി പണിക്ക് പോകുന്ന ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. കണ്ടോ, ഇതാണ് പടുത വെച്ച്, കറുത്ത പടുത വെച്ച് കെട്ടിയേക്കുവാണ്. അതിലാണ് അതുങ്ങൾ കിടക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഇതൊരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ വീടാണെന്ന് തോന്നുന്നു. ഇതങ്ങനെയാണെന്ന് പറഞ്ഞു, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെച്ച് കെട്ടി കൊടുത്ത വീടാണ്. പക്ഷെ പണിയൊന്നും തീർന്നിട്ടില്ല. താഴെ എത്തുമ്പോൾ നല്ല വീടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ താഴെ ചെന്നിട്ടേ ഞാൻ നിർത്തുന്നുള്ളൂ. റോഡിലിറങ്ങിയിട്ട് റോഡ് സൈഡിലാകുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മേളിൽ കയറുന്നതും ഇറങ്ങുന്നതൊക്കെ നമുക്കൊരു ടാസ്ക്കാണ്. ആ വയ്യാത്ത അമ്മച്ചിയും എൻ്റെ പൊന്നെ, ഒന്നാമതേ ഇവിടെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഓടി താഴെ വീണ് ആരും പൊക്കാൻ പോലും ഇല്ലല്ലോ. ഇവിടെ ഒരു അമ്മച്ചി ഞങ്ങൾ പോകുന്നത് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ സംസാരിക്കാനായിട്ട് വന്നതാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ പിടിച്ചപ്പോൾ പറയുക, ഇതന്നെ എന്നെ ഫോട്ടോ എടുക്കുവാണോ? ഞാൻ അരയിലൊക്കെ ഇങ്ങനെ നടുവേദന കൊണ്ട് ബെൽറ്റ് ഇട്ടേക്കുവാ. ഞാൻ നടുവിനൊക്കെ ഇങ്ങനെ ഇട്ട് നിൽക്കുമ്പോഴാണ് എന്നെ പിടിക്കുന്നതെന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പം നമ്മൾ താഴെ എത്താറായി. കണ്ടോ, ആ കാണുന്നതാണ് ചെറിയൊരു റോഡ്. ബസ് പോകുന്ന റോഡൊന്നുമല്ല, സാധാ ഒരു റോഡാണ്. എന്നാലും അതിൻ്റെ സമീപത്ത് താമസിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. താഴെ എത്തി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ താഴെ അത്യാവശ്യം നല്ല വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും കേട്ടോ. നമുക്ക് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ പരിസരം ഒന്ന് കാണിച്ചിട്ടൂടെ നിർത്താമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുകൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല വീടാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ച വീടാണ് കേട്ടോ. ഇത്ര നല്ല വീട് അവിടെ ഇല്ലായിരുന്നു. ഇത് പുതിയതായിട്ട് വെച്ച വീടാണ്. അപ്പോൾ ടീച്ചർ കയറി പോകുന്നതിൻ്റെ പുറകെ ഞാനും ഇങ്ങനെ കയറുന്നെന്ന് മാത്രമേ ഉള്ളൂ. തെളിഞ്ഞു, അതാ ഞാൻ പറഞ്ഞത്. ആ വീട് വെച്ചതിൻ്റെ മണ്ണെടുത്തതിൻ്റെയൊക്കെയാണ് ആ റോഡിലൊക്കെ അങ്ങനെയൊക്കെ കിടക്കുന്നത്. ഭാഗ്യത്തിന് എന്നാ വേണ്ട, ആ വീട്ടിൽ ചെന്നപ്പോൾ ആളും ഇല്ലാതെ വന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.